ശരി. 2 സെക്കൻഡ് മെത്തേഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ്. ഇതിനെ നമ്മൾ NWCR എന്നും പറയും, NWCM എന്നും പറയും കേട്ടോ. NWCM. ഓക്കെ, ഇതിനെ നമ്മൾ LCM എന്നും പറയും, അല്ലെങ്കിൽ മെട്രിക്സ് മിനിമ മെത്തേഡ് എന്നും പറയാറുണ്ട്. ഓക്കെ, മൂന്നാമത്തതാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്, വാം എന്ന് പറയും. ഓക്കെ, വാം എന്ന് പറയും. These are the 3 methods to find the initial basic feasible solution of a transportation problem. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് പഠിക്കേണ്ടത് 3 ഇതിന് ശേഷം നമ്മൾ എന്താ പഠിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഫൈൻഡ്, ഇപ്പോൾ ഒപ്റ്റിമൽ കിട്ടുമല്ലോ അവിടെ, സോറി ഇനീഷ്യൽ കിട്ടുമല്ലോ അവിടെ, ടു ഫൈൻഡ് ദി ഒപ്റ്റിമൽ സൊല്യൂഷൻ. ഒപ്റ്റിമൽ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ഒരു മെത്തേഡും ഉണ്ട്, MODI മെത്തേഡ് അല്ലെങ്കിൽ UV മെത്തേഡ് എന്നും പറയും. മോഡിഫൈഡ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് അതിൻ്റെ പേര് കേട്ടോ. MODI മെത്തേഡ് അല്ലെങ്കിൽ UV മെത്തേഡ്. അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ മോഡ്യൂൾ അങ്ങ് തീരും, ആ ചാപ്റ്റർ അങ്ങ് തീരും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം പോകുന്നത് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡിലേക്കാണ് പോകുന്നത്. ആദ്യത്തെ പ്രൊസീജിയർ നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് എന്ന് പറയാറുണ്ട്, റൂൾ എന്നും പറയാറുണ്ട് കേട്ടോ. അപ്പോൾ NWCM എന്നോ അല്ലെങ്കിൽ NWCR എന്നോ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഇയാൾ തന്നെയാണ്. ഓക്കെ, യെസ്. അപ്പോൾ നമുക്കിതിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ട് തുടങ്ങാം കേട്ടോ. വേറെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല, എക്സാമ്പിളുകൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങുകയാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഇതാണ് എക്സാമ്പിൾ ഒന്നാമത്തെ. ഫസ്റ്റ് വൺ, ഡിറ്റർമിൻ the initial basic feasible solution to the following transportation problem. Okay, by using north west corner method. അങ്ങനെ വരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് 3 ഡെസ്റ്റിനേഷൻ ഉണ്ട്. മൂന്ന് ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. ആരൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ D1, D2, D3. ഇനി നമുക്ക് 3 സോഴ്സസ് ഉണ്ട്, അല്ലെങ്കിൽ ഒറിജിൻസ് ഉണ്ട്. സോഴ്സസ് 3 S1, S2, S3. ഓക്കെ, ഇനി ഇവിടെ സപ്ലൈ, ഇവിടെ ഡിമാൻഡ്. ഇനി ഇതിൻ്റെ കോസ്റ്റുകളാണ് 8, 6, 10, ടോട്ടൽ സപ്ലൈ 50. നെക്സ്റ്റ് 9, 7, 4, ടോട്ടൽ സപ്ലൈ 25. പിന്നെ 3, 4, 2, ടോട്ടൽ സപ്ലൈ 10 ആൻഡ് ടോട്ടൽ ഡിമാൻഡ് 5, 20 ആൻഡ് 25. ഓക്കെ, സോ ഇങ്ങനെയാണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഉണ്ടാവുക. ടേബിളൊക്കെ വരച്ച് ചെയ്യണം കേട്ടോ. ഞാൻ ടേബിൾ വരച്ചിട്ടില്ല, ചുമ്മാ എഴുതിയിട്ടുള്ളൂ. ഓക്കെ, ഇതാണ് ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിനകത്തുള്ള മോഡൽ എന്ന് പറയുന്നത്. അപ്പം അവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക,
ഈ സപ്ലൈ എന്ന് കാണിക്കുന്നത് എന്താണെന്നറിയോ? ഇവിടെ ഓരോ സോഴ്സസ് കൊടുത്തിട്ടുണ്ട്. അപ്പം 3 സോഴ്സസ് കാണാൻ പറ്റും നിങ്ങൾക്ക്. S1, S2, S3 എന്ന് പറഞ്ഞിട്ട് 3 സോഴ്സസ് കാണുന്നുണ്ടല്ലോ. ഈ ഓരോ സോഴ്സസിൻ്റെയും ടോട്ടൽ അവൈലബിൾ സപ്ലൈ കപ്പാസിറ്റി ആണ് ഇവിടെ സപ്ലൈ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ദാറ്റ് മീൻസ് S1 എന്ന് പറയുന്ന ഈ സോഴ്സിന് ടോട്ടലായിട്ട് 15 യൂണിറ്റിന് സപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, 15 യൂണിറ്റ് മാത്രമേ സപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ സപ്ലൈ ചെയ്യാൻ പറ്റില്ല. S2 എന്ന് പറയുന്ന ഈ സോഴ്സിന് ടോട്ടൽ 25 യൂണിറ്റ് സപ്ലൈ ചെയ്യാൻ പറ്റും. S3 എന്ന് പറയുന്ന ഈ സോഴ്സിന് ടോട്ടൽ 10 യൂണിറ്റ് സപ്ലൈ ചെയ്യാൻ പറ്റും. സിമിലർലി താഴെ നോക്കുക, ഡെസ്റ്റിനേഷൻ കാണുന്നുണ്ടാവും. ഡെസ്റ്റിനേഷൻ ഉണ്ട്. ഓരോ ഡെസ്റ്റിനേഷന്റെ നേരെയും നിങ്ങൾക്ക് ഡിമാൻഡ് കാണാൻ പറ്റും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ ഡെസ്റ്റിനേഷനും വേണ്ടിയിട്ടുള്ള ഡിമാൻഡ് ആണ്, റിക്വയർമെന്റ് ആണ്. ഓക്കെ, അതായത് D1 എന്ന് പറയുന്ന ആദ്യത്തെ ഡെസ്റ്റിനേഷന് ടോട്ടൽ റിക്വയർമെന്റ് ആയിട്ട് വരുന്നത് 5 യൂണിറ്റ് ആണ്. ഓക്കെ, D2 എന്ന് പറയുന്ന രണ്ടാമത്തെ ഡെസ്റ്റിനേഷന് ടോട്ടൽ റിക്വയർമെന്റ് 20 യൂണിറ്റ് ആണ്. തേർഡ് ഡെസ്റ്റിനേഷന് ടോട്ടൽ റിക്വയർമെന്റ് 25 യൂണിറ്റ് ആണ്. അപ്പം നമ്മുടെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് സാറ്റിസ്ഫൈ ചെയ്യണം, അതുപോലെ തന്നെ സപ്ലൈയും സാറ്റിസ്ഫൈ ചെയ്യണം. അത് രണ്ടും സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഇതിലേക്ക് എന്ത് ചെയ്യണം, ഓരോ ഡെസ്റ്റിനേഷനിലേക്കും യൂണിറ്റിനെ അലോക്കേഷൻ ചെയ്യണം. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു സിമ്പിൾ മെത്തേഡ് മാത്രമാണ് ഏത് NWCM അല്ലെങ്കിൽ NWCR എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പം നിങ്ങൾ ഇതിനെ നോക്കൂ. ആദ്യം ചെയ്യേണ്ടത്, അപ്പോൾ ഒരു ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് ഇത് ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ആണോ നോക്കണം. എന്താണ് ഈ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം എന്ന് പറയുന്നത്? ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ഓക്കെ, അപ്പോൾ അതിന് ടോട്ടൽ സപ്ലൈ നോക്കൂ. 15 + 25 40, 40 + 5 10. ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ്. ഇനി ടോട്ടൽ ഡിമാൻഡ് എത്രയാണ് വരുന്നത്? താഴെ നോക്കൂ. 20 + 25 45 + 5 50. നോക്കൂ, ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ് ആണ്. ഹെൻസ് ദിസ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് എ ബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം. ബാലൻസ്ഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെയ്ത് തുടങ്ങാൻ പറ്റുള്ളൂ കേട്ടോ. അതർവൈസ് നമ്മൾ അതിനെ ബാലൻസ്ഡ് ആക്കണം. അത് നമുക്ക് അടുത്ത ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പറഞ്ഞുതരാം എങ്ങനെയാണ് അത് ബാലൻസ്ഡ് ആക്കണേ എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്, ഇത് ബാലൻസ്ഡ് ആണോ എന്നുള്ളതാണ്. റെഡിയായോ? റെഡിയായില്ലേ? പറഞ്ഞത് അത്രയും ക്ലിയർ ആയോ? ആ ഓ, അപ്പൊ ഇനി നമ്മൾ തുടങ്ങാൻ പോവാണ്. അപ്പം നമ്മൾ ടേബിളൊക്കെ വരച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, നമുക്കൊരു ടേബിൾ വരയ്ക്കണം. എത്ര ടേബിൾ ഉണ്ട്? 1 2 3 4 5 2 3 4 5. യെസ്, 5. ഓക്കെ, അപ്പോൾ ഡെസ്റ്റിനേഷൻസ് നമുക്ക് 3 വന്നിട്ടുണ്ടായിരുന്നു. D1, D2, D3, ദെൻ സപ്ലൈ. സിമ്പിൾ ആട്ടോ അത്. അതുപോലെ തന്നെ സോഴ്സ് S1, S2, S3, ദെൻ ഡിമാൻഡ്. നമുക്ക് ആ വാല്യൂസ് ഒന്ന് എഴുതി വയ്ക്കാം. ഓക്കെ, ഞാനിവിടെ ഈ വാല്യൂസിന് ഞാനിവിടെ കോളം വരച്ചിട്ട് എഴുതണം കേട്ടോ. 8. ഓക്കെ, ദെൻ അടുത്തത് 6. ഓക്കെ, അടുത്തത് 10. ടോട്ടൽ സപ്ലൈ വരുന്നത് 15. അടുത്തത് 9. ഓക്കെ, അടുത്തത് 7. അടുത്തത് 4. ടോട്ടൽ സപ്ലൈ വരുന്നത് 25. S3 3, 4, 2.
ടോട്ടൽ സപ്ലൈ വരുന്നത് 10 ആൻഡ് ടോട്ടൽ ഡിമാൻഡ് വരുന്നത് 5 20 25. ഓക്കെ, നോക്കൂ. ഇനി ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നോക്കൂ, ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഫൈൻഡ് ദി നോർത്ത് വെസ്റ്റ് കോർണർ സെൽ. നോർത്ത് വെസ്റ്റ് കോർണർ സെൽ. കോർണർ സെൽ. ഓക്കെ, ഏതാണ് ഇവിടുത്തെ നോർത്ത് വെസ്റ്റ് കോർണർ സെൽ എന്ന് ഉദ്ദേശിക്കുന്നത്? നോക്കിക്കോളൂ. നോർത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിൽ അല്ലേ, വെസ്റ്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ലെഫ്റ്റ്. അപ്പൊ ഏറ്റവും കോസ്റ്റിൽ കേട്ടോ, ഈ നമ്പർ കാണുന്ന സെല്ലിൽ മാത്രം. അതിൽ ഏറ്റവും മുകളിൽ ഏറ്റവും ലെഫ്റ്റിലായിട്ട് കാണുന്ന സെല്ല് ഏതാ? ഈ സെല്ലാണ് ഏത്? നമ്മുടെ ആദ്യത്തെ സെല്ല്. അതാണ് നോർത്ത് വെസ്റ്റ് കോർണർ സെൽ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇതിനെയാണ് നമ്മൾ നോർത്ത് വെസ്റ്റ് കോർണർ സെൽ എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ അലോക്കേഷൻ തുടങ്ങേണ്ടത്. അപ്പോൾ നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല് ഐഡന്റിഫൈ ചെയ്തു. ഇനി നിങ്ങൾ നോക്കുക, അതിൻ്റെ ആ സെല്ലിൻ്റെ, അതായത് ആ സെല്ല് ഇൻക്ലൂഡ് ചെയ്യുന്ന റോ സപ്ലൈ എത്രയാ? 15 ആണ്, 15. അതുപോലെ തന്നെ അതിന്റെ കോളം സപ്ലൈ എത്ര? 5 ആണ്. ഈ 15ലും 5ലും മിനിമം എത്രയാണ്? മിനിമം ഓഫ് 15,5. ഇതിലേതാ മിനിമം? 15ലും 5ലും മിനിമം ഏതാ? 5 അല്ലേ? 15ന്റെ 5ലും ഏറ്റവും ചെറിയ നമ്പർ എന്ന് പറഞ്ഞാൽ 5 അല്ലേ? ആ 5 ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ അലോക്കേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ആ 5 നമ്മളിവിടെ അലോക്കേഷൻ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D1ന്റെ ടോട്ടൽ ഡെസ്റ്റിനേഷൻ ടോട്ടൽ ഡിമാൻഡ് എന്തായി? എക്സോസ്റ്റ് ആയി. ഇപ്പൊ D1ന് ആവശ്യമുള്ളത് കിട്ടി. ഇപ്പൊ D1ന്റെ സെല്ലിനെ നമ്മൾ എന്ത് ചെയ്യും? പതുക്കെ ഒന്ന് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. അതെന്ന് വെച്ചാൽ അതിന് കൺസിഡർ ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്? അതിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്നത്. ഇപ്പൊ 15 യൂണിറ്റ് S1ന്റെ ടോട്ടൽ 15 യൂണിറ്റിലെ 5 യൂണിറ്റ് നമ്മളിവിടെ സപ്ലൈ ചെയ്തു. ബാക്കി ഇനി ഇവിടെ എത്രയുള്ളൂ? 10 യൂണിറ്റേ ഉള്ളൂ. ഇത് മനസ്സിലായോ? ഓക്കെ, എഗെയിൻ അടുത്ത സ്റ്റെപ്പില് അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല് കൺസിഡർ ചെയ്യുക. അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല് ഏതാണ് പറഞ്ഞത്? ഏറ്റവും മുകളിൽ ഏറ്റവും ലെഫ്റ്റ്. അതാരാ? ഇതന്നെ, ഏറ്റവും മുകളിൽ ഏറ്റവും ലെഫ്റ്റ് ആയിട്ട് കിടക്കണം ഈ സെല്ലാണ്. ഇതാണ് നമ്മുടെ അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല്. ഓക്കെ, ഇങ്ങനെ തന്നെ നോക്കണം കേട്ടോ, അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല്. അപ്പൊ അതില് നോക്കൂ, ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 10 ആണ്. ടോട്ടൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 20 ആണ്. അതിൽ മിനിമം എത്രയാണ്? മിനിമം 10 ആണ്. അപ്പൊ ആ 10 ആണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യണ്ടേ? അലോക്കേഷൻ നടത്തേണ്ടത്. അപ്പൊ 20ലേക്ക് നോക്കൂ, D2ന്റെ ടോട്ടൽ ഡിമാൻഡ് 20 ആണ്. സോ അതിൽ 10 യൂണിറ്റ്സ് ഇപ്പൊ റിസീവ് ആയി. സോ ബാലൻസിന് എന്തും കൂടെ വേണം? 10 യൂണിറ്റും കൂടെ റിക്വയർഡ് ആണ്. ഓക്കെ, 10 യൂണിറ്റിന്റെ റിക്വയർമെന്റും കൂടെ ഉണ്ട്. അപ്പൊ ഇവിടെ നോക്കൂ, S1ന് ഇനി സപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? S1 ഇപ്പോ ടോട്ടൽ 15 യൂണിറ്റ് സപ്ലൈ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ആ 15 യൂണിറ്റ് ഈ രണ്ട് ഡെസ്റ്റിനേഷനിലേക്കായിട്ട് സപ്ലൈ ചെയ്തു. അപ്പൊ നമുക്ക് ഈ S1നെ ഒന്ന് ഇങ്ങനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യാം. ഇനി അത് കൺസിഡർ ചെയ്യണ്ട എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അതിനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ സെൽ ഏതാ? അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ സെൽ കണ്ടുപിടിക്കൂ. അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ സെൽ ഏതാ? S2D2 അല്ലേ? എവിടെ വരും? ഈ സെല്ല് S2D. ഓക്കെ, ഈ സെല്ല്. അപ്പോൾ അവിടെ ടോട്ടൽ ഡിമാൻഡ് വരുന്നത് എത്രയാണ്? 10 ആണ്. ടോട്ടൽ സപ്ലൈ വരുന്നത് 45 ആണ്. അപ്പം S2D2ല് മിനിമം ഓഫ് എത്രയാണ് വേണ്ടത്? 25,10. ഓക്കെ, 25,10. 25ഉം 10ഉം അതിൽ മിനിമം ഏതാ? 10 ആണ്. അത് നമ്മളിവിടെ കൊടുത്തു.
ഓക്കെ. അപ്പോൾ D2ന്റെ ടോട്ടൽ റിക്വയർമെന്റ് 20 യൂണിറ്റ് ആയിരുന്നു. അത് നമുക്കിവിടെ സാറ്റിസ്ഫൈ ആയി. സോ D2 നമ്മളൊന്ന് ഇങ്ങനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. Again, consider the next നോർത്ത് വെസ്റ്റ് കോർണർ സെൽ. അതാരാ നെക്സ്റ്റ് അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ സെൽ എന്ന് പറയുന്നത്? ഇവിടെ S2D3. അതിൻ്റെ ഒരു കാര്യം മുൻപേ ഇവിടെ നമ്മൾ 25 യൂണിറ്റിലെ 10 യൂണിറ്റ് നമ്മൾ ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്തു. ബാക്കി അവിടെ 15 യൂണിറ്റേ ഉള്ളൂ കേട്ടോ. അത് കുറച്ച് എഴുതണേ, മറന്നുപോയില്ലേ. അപ്പോൾ അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ സെൽ എന്ന് പറയുമ്പോൾ S2D3 ആണ്. ഇതായിരിക്കുന്നു S2D. ഓക്കെ, S2D3 കിട്ടി. യെസ്. S2D3യിലെ ടോട്ടൽ ഡിമാൻഡ് എത്ര വരുന്നുണ്ട്? ടോട്ടൽ ഡിമാൻഡ് 25, ടോട്ടൽ സപ്ലൈ എത്ര? 15 ആണ്. S2D3യില് മിനിമം ഓഫ് എത്ര വരണ്ടേ? 15,25. S2D3യില് 15ൻ്റെയും 25ൻ്റെയും മിനിമം, അതായത് 15. അതിവിടെ കൊടുത്തു. ഓക്കെ, അപ്പൊ S2ന്റെ ടോട്ടൽ സപ്ലൈ എക്സോസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ S2ൽ നിന്നും ഇനി നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിനെ നമ്മൾ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. അടുത്ത നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല് നോക്കാം. അപ്പോൾ 25ലെ 15 യൂണിറ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? അലോക്കേഷൻ ചെയ്തിട്ടുണ്ട് D3യില്. ബാക്കി ഇനി D3ക്ക് എന്താണ് റിക്വയർമെന്റ് വരുന്നത് 10 യൂണിറ്റ് ആണ്. അത് നമ്മൾ ഇവിടെ ബാലൻസ് ആക്കി എഴുതി കേട്ടോ. കട്ട് ചെയ്തിട്ട് ബാലൻസ് ആക്കി അവിടെ എഴുതി വെച്ചാൽ മതി. ഇനി നമുക്ക് ലാസ്റ്റ് നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല് ഇതായിരിക്കുന്നു. എങ്ങനെ നോർത്ത് വെസ്റ്റ് കോർണർ സെല്ല് കൺസിഡർ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ? ഏറ്റവും മുകളിൽ നമ്മൾ കട്ട് ചെയ്തത് കേട്ടോ. യെസ്. അപ്പോൾ അവിടേക്ക് ടോട്ടൽ റിക്വയർമെന്റ് വരുന്നത് എത്രയാണ്? ടോട്ടൽ റിക്വയർമെന്റ് വരുന്നത് 10 ആണ്. ആൻഡ് ടോട്ടൽ സപ്ലൈ വരുന്നതും 10 ആണ്. അപ്പോൾ രണ്ട് ബാലൻസ്ഡ് ആകുമ്പോൾ അവസാന സെല്ലിൽ ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഇപ്പൊ എല്ലാം നമ്മൾ അലോക്കേഷൻ ചെയ്തു. അതായത് എല്ലാ നോക്കിക്കോളൂ, എല്ലാ സോഴ്സിൻ്റെയും എന്താണ് സപ്ലൈ എക്സോസ്റ്റ് ആയിട്ടുണ്ടാവും. എല്ലാ ഡെസ്റ്റിനേഷൻ്റെയും ഡിമാൻഡും എക്സോസ്റ്റ് ആയിട്ടുണ്ടാവും. D1ന് ടോട്ടൽ 5 ആയിരുന്നു വേണ്ടിയിരുന്നത്, അതിപ്പോൾ കിട്ടി. D2ന് ടോട്ടൽ 20 യൂണിറ്റ് ആയിരുന്നു റിക്വയർമെന്റ്, അതും കിട്ടി. കിട്ടിയോ? D3ക്ക് ടോട്ടൽ 25 യൂണിറ്റ് ആയിരുന്നു റിക്വയർമെന്റ്, അതിവിടെ നോക്കൂ 15ഉം 10ഉം ആയിട്ട് രണ്ട് ഡെസ്റ്റിനേഷനകത്തുനിന്ന് കിട്ടി. അല്ല, രണ്ട് സോഴ്സിനകത്തുനിന്ന് കിട്ടി. ഇനി ഇവിടെ S1ന്റെ ടോട്ടൽ സപ്ലൈ വരുന്നത് 15 യൂണിറ്റ് ആണ്. ആ 15 യൂണിറ്റ് നമ്മൾ രണ്ട് ഡെസ്റ്റിനേഷനിലായിട്ട് സപ്ലൈ ചെയ്തു. S2ന്റെ ടോട്ടൽ സപ്ലൈ എന്ന് പറയുന്നത് 25 ആണ്. അത് നമ്മൾ D2ഉം D3 ആയിട്ട് നമ്മൾ സപ്ലൈ ചെയ്തു. പിന്നെ S3യുടെ സപ്ലൈ എന്ന് പറഞ്ഞത് 10 യൂണിറ്റ് ആയിരുന്നു, അത് നമ്മൾ D3യിൽ സപ്ലൈ ചെയ്തു. ഇപ്പൊ എല്ലാവരുടെ സപ്ലൈയും എല്ലാവരുടെ ഡിമാൻഡും എന്തായിപ്പോയി? എക്സോസ്റ്റ് ആയി. എല്ലാ ഡെസ്റ്റിനേഷന്റെ റിക്വയർമെന്റും എല്ലാ സോഴ്സിന്റെ സപ്ലൈ കപ്പാസിറ്റിയും ഇപ്പൊ എക്സോസ്റ്റ് ആയി. അപ്പൊ ഇപ്പൊ കിട്ടിയ അലോക്കേഷൻ കണ്ടോ? അപ്പൊ നോക്കൂ, ആ അലോക്കേഷൻ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണോ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ എത്ര അലോക്കേഷൻ നടന്നിട്ടുണ്ട്? നമ്പർ ഓഫ് അലോക്കേഷൻസ് എത്ര അലോക്കേഷൻ ഉണ്ട്? 1, 2, 3, 4, 5 അലോക്കേഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി എത്ര റോ ഉണ്ട്? 3 റോ അല്ലേ? എത്ര കോളം ഉണ്ട്? അത് 3. S1, S2, S3 അതാണ് കോളം, സോറി റോ എന്ന് പറയുന്നത്. D1, D2, D3 അതാണ് കോളം എന്ന് പറയുന്നത് കേട്ടോ. 3 + 3 - 1 അതായത് 6 - 1 which is equal to 5. ഓക്കെ, നമ്പർ ഓഫ് അലോക്കേഷൻ ഈക്വൽ ടു M + N - 1 അല്ലേ? അത് രണ്ടും ഈക്വൽ ആണ്. therefore it is ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഇതിനെയാണ് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ എന്ന് പറയാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ വെച്ചാൽ കോസ്റ്റ് കണ്ടുപിടിക്കണം. ടോട്ടൽ കോസ്റ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലോക്കേഷൻ നടത്തിയിട്ടുള്ള സെൽസ് മാത്രം കൺസിഡർ ചെയ്യാം.
അലോക്കേഷൻ നടത്തിയിട്ടുള്ള സെൽസ് മാത്രം കൺസിഡർ ചെയ്യാം. ഓക്കെ, അലോക്കേഷൻ നടത്തിയിട്ടുള്ള സെൽസ് മാത്രം കൺസിഡർ ചെയ്യാം. നടക്കട്ടെ. അലോക്കേഷൻ നടത്തിയിട്ടുള്ള സെൽസ് മാത്രം കൺസിഡർ ചെയ്യാം. അവിടുത്തെ അലോക്കേഷനും അവിടുത്തെ കോസ്റ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ആദ്യത്തേല് S1D1 കോസ്റ്റ് വരുന്നത് 8 ആണ്, സപ്ലൈ യൂണിറ്റ് വരുന്നത്, അതായത് യൂണിറ്റ് വരുന്നത് 5 ആണ്. ഇപ്പൊ 8 × 5 പ്ലസ് അടുത്തത് S1D2 കോസ്റ്റ് വരുന്നത് 6 ആണ്, ടോട്ടൽ സപ്ലൈ വരുന്നത് 10 ആണ്. 10 യൂണിറ്റ് ആണ് അവിടെ റിസീവ് ആയിരിക്കുന്നത്. അടുത്തത് S2D2 കോസ്റ്റ് 7ഉം പിന്നെ യൂണിറ്റ് 10ഉം. അലോക്കേഷൻ സെൽസ് മാത്രം കേട്ടോ. പ്ലസ് അടുത്തത് 4 × 15, പിന്നെ പ്ലസ് അടുത്തത് 10 × 20. ഓക്കെ, സോറി 10 × 2 കേട്ടോ. ഓക്കെ, അപ്പൊ അത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ കിട്ടും. ഫൈനലി എത്ര കിട്ടണ ലാസ്റ്റ്? 250 അല്ലെ 250. ഇത്രേ ചെയ്യാനുള്ളൂ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിൽ. ക്ലിയർ ആയോ? മെത്തേഡ് കറക്റ്റ് അല്ലേ? എന്തായാലും ചോദിക്കും. അതിപ്പം ഈ എന്താണ് നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ഏത് മെത്തേഡ് വേണമെങ്കിലും ചോദിക്കാം. എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, ഓപ്പറേഷൻ റിസർച്ച് 2 ഇതിനകത്ത് ഇതും അസൈൻമെന്റ് പ്രോബ്ലം ആണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലത്തിലെ ആദ്യത്തേതാണ് നോർത്ത് വെസ്റ്റ് കോർണർ മെത്തേഡ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ എന്ന് പറഞ്ഞത്. ക്ലിയർ അല്ലേ? ഇനി പറയണോ? ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്താ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ രണ്ടാമത്തെ മെത്തേഡ് പഠിക്കാൻ പോവാണ്. ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ LCM എന്ന് പറയും, അല്ലെങ്കിൽ മെട്രിക്സ് മിനിമ മെത്തേഡ് എന്നും പറയും. അതാണ് അടുത്തത് രണ്ടാമത്തെ മെത്തേഡ് കേട്ടോ. ടു ഫൈൻഡ് ദി ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ വി ഹാവ് 3 മെത്തേഡ്സ്: നോർത്ത് വെസ്റ്റ് കോർണർ റൂൾ, ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് ആൻഡ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അപ്പൊ അതില് രണ്ടാമത്തെ മെത്തേഡാണ് ലീസ്റ്റ് കോസ്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ മെട്രിക്സ് മിനിമ മെത്തേഡ്. ഓക്കെ, ജനറലായിട്ട് അതിന് LCM എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് പ്രൊസീജിയറൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ചെറിയൊരു വ്യത്യാസം എന്താ വെച്ചാൽ ഓക്കെ, ചെറിയൊരു വ്യത്യാസം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ആ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, അവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. അത് മാത്രമേ ഇതിൽ എന്ത് ചെയ്യുള്ളൂ, വ്യത്യാസമുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. ഓക്കെ, അതായത് അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് സ്റ്റാർട്ടിങ് ഫ്രം ദി മിനിമം കോസ്റ്റ്. ഓക്കെ, മിനിമം കോസ്റ്റ് എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അലോക്കേഷൻസ്. അതായത് ആ മെട്രിക്സിനകത്ത് ഏറ്റവും ചെറിയ നമ്പർ ഏതാണോ അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, അവിടെ ഒന്നിൽ കൂടുതൽ മിനിമ നമ്പർ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്നിൽ കൂടുതൽ മിനിമ നമ്പർ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഏത് സെല്ലിലാണോ നമുക്ക് കൂടുതൽ അലോക്കേഷൻ ചെയ്യാൻ പറ്റുന്നത് ആ സെല്ലിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സ്റ്റാർട്ടിങ് സെല്ലായിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോബ്ലത്തിൽ പറയാം ഇതൊക്കെ, എന്നാലേ എളുപ്പം ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, പ്രോബ്ലത്തിൽ പറയാം. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. 4-5 ടേബിൾ വരച്ചിട്ടാ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ഡെസ്റ്റിനേഷൻസ് D1, D2, D3. എപ്പോഴും ഡെസ്റ്റിനേഷൻ 3 ഉള്ളൂ എന്ന് വിചാരിക്കില്ല കേട്ടോ, അതിൽ കൂടുതലും വരും. സപ്ലൈ
സോഴ്സ് S1, S2, S3 ആൻഡ് ഡിമാൻഡ് അല്ലെങ്കിൽ റിക്വയർമെൻറ്റ്. കോസ്റ്റ് വരുന്നത് 274. ടോട്ടൽ സപ്ലൈ 20. ഓക്കെ, പിന്നെ 316. ടോട്ടൽ സപ്ലൈ 30. അടുത്തത് 592. ടോട്ടൽ സപ്ലൈ 25. പിന്നെ ഡിമാൻഡ് 30, 25, 20. ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് വെദർ ദ ഗിവൺ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് ബാലൻസ്ഡ് ഓർ നോട്ട്. ബാലൻസ്ഡ് ആണോ അല്ലോ എന്ന് നോക്കണം. അതെങ്ങനെ നോക്കുക? ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ടോട്ടൽ സപ്ലൈ എത്ര വരുന്നു? 20 + 30. ടോട്ടൽ സപ്ലൈ 20 + 30 + 25 which is equal to 75. ടോട്ടൽ ഡിമാൻഡ് എത്ര വരുന്നു? ടോട്ടൽ ഡിമാൻഡ് ഈക്വൽ ടു എത്രയാ? 30 + 25 + 20 which is equal to also 75. അപ്പോൾ ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ് ആണ്. ഹെൻസ് ദ ഗിവൺ ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം ഈസ് ബാലൻസ്ഡ്. ബാലൻസ്ഡ് ആണോ എന്ന് നോക്കി, അത് ശരിയായി. അടുത്തത് എന്താ സ്റ്റെപ്പ് നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫൈൻഡ് ദി ലീസ്റ്റ് കോസ്റ്റ് സെൽ. ഫൈൻഡ് ലീസ്റ്റ് കോസ്റ്റ് സെൽ. അതായത് നിങ്ങളുടെ മെട്രിക്സിനകത്ത്, മെട്രിക്സ് എന്ന് പറഞ്ഞാൽ സപ്ലൈയും ഡിമാൻഡ് കോളം ഒഴിവാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതിനെയാണ് കോസ്റ്റ് മെട്രിക്സ് എന്ന് പറയാം. അപ്പൊ ആ കോസ്റ്റ് മെട്രിക്സിലെ മിനിമം കോസ്റ്റ് ഏതാ നോക്കുക. ആരാ ഇവിടെ മിനിമം കോസ്റ്റ്? മിനിമം കോസ്റ്റ് ആരാ? അല്ലെ, മെട്രിക്സിലെ മിനിമം നമ്പർ ഏതാ? 1 അല്ലേ? 1 അല്ലേ? ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ അലോക്കേഷൻ കൊടുക്കുക. നോക്കൂ, അവിടെ നോക്കൂ, S2D2ലാണ് നമുക്ക് മിനിമം നമ്പർ വരുന്നത് അല്ലെ. S2D2 അല്ലെ, മിനിമം കോസ്റ്റ് എന്ന് പറയുന്നത് മിനിമം കോസ്റ്റ് എന്ന് വന്നത് 1 ആണ്, വിച്ച് ഈസ് അറ്റ് S2D2. നോക്കൂ, അപ്പൊ S2D2ന്റെ കേസിൽ S2D2 സപ്ലൈ എത്ര? സപ്ലൈ 30, മിനിമം സപ്ലൈ ഓഫ് 30, ഡിമാൻഡോ 25. ഇതിലേതാ മിനിമം? ഇതിലേതാ മിനിമം? 25 അല്ലേ? അപ്പൊ ആ 25 ആണ് ഇവിടെ നമ്മൾ അലോക്കേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിച്ചു? D2ന്റെ ഡിമാൻഡ് എക്സോസ്റ്റ് ആയി. ഇവിടെ 30 25 അവിടെ കിട്ടിയിട്ടുണ്ട്, ബാലൻസ് 5. ദെൻ അടുത്ത മിനിമം കോസ്റ്റ് കണ്ടുപിടിക്കാം. അടുത്ത മിനിമം കോസ്റ്റ് എത്രയാ? മിനിമം കോസ്റ്റ് 2 എണ്ണം ഉണ്ടാവും അല്ലേ. 1 കഴിഞ്ഞാൽ പിന്നെ മിനിമം കോസ്റ്റ് വരുന്നത് 2 ആണ് അല്ലെ. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൈ എന്ന് പറഞ്ഞത് കേട്ടോ. സോ മിനിമം ലീസ്റ്റ് കോസ്റ്റ് സെല്ല് അല്ലെങ്കിൽ മിനിമം കോസ്റ്റ് സെല്ല്, മിനിമം കോസ്റ്റ് സെല്ല് ഇസ് ഈക്വൽ ടു 2 എണ്ണം ഉണ്ട് അതിനകത്ത്. S1D1ലും ഉണ്ട്, പിന്നെ S3D3ലും ഉണ്ട്. അത് രണ്ടും എത്രയാണ്? 2 ആണ്. അപ്പൊ ഈ 2ലെ ഏതെടുക്കണം എന്നാണ് ചോദ്യം. നോക്കിക്കോളൂ, ആദ്യം നമുക്ക് S1D1ന്റെ കാര്യം നോക്കാം. S1D1ലാണെങ്കിൽ നമുക്ക് മിനിമം ഓഫ് 30,20 ആണ് എടുക്കാൻ പറ്റുക. S3D3ലാണെങ്കിൽ നമുക്ക് മിനിമം ഓഫ്
20,25 ആണ് കൺസിഡർ ചെയ്യാൻ പറ്റുക S3 D3യിലാവുമ്പോൾ. ഓക്കെ, S1 D1ലാവുമ്പോൾ 20യുടെയും 30യുടെയും മിനിമം. S3 D3യിലാവുമ്പോൾ 20യുടെയും 25ൻ്റെയും മിനിമം. ഇതിൽ ഏത് സെല്ലിലാണ് നമുക്ക് കൂടുതൽ അലോക്കേഷൻ നടത്താൻ പറ്റുക? ഏത് സെല്ലിലാണ് നമുക്ക് കൂടുതൽ അലോക്കേഷൻ നടത്താൻ പറ്റുക? ആലോചിച്ച് നോക്ക്. ഈ സെല്ലാണെങ്കിൽ S3 എത്ര D3. അലോക്കേഷൻ ചെയ്യാൻ പറ്റുക? 20 അല്ലേ പറ്റുള്ളൂ. ഈ സെല്ലാണെങ്കിൽ മാക്സിമം എത്ര പറ്റുള്ളൂ? 25 അല്ലേ പറ്റുക. അപ്പൊ ഏത് സെല്ലിലാ കൂടുതൽ അലോക്കേഷൻ നടക്കാൻ പറ്റുക? S3 D3 അല്ലേ? അപ്പൊ അവിടെയാണ് നമ്മൾ അലോക്കേഷൻ കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ അലോക്കേഷൻ കൊടുത്തു 25. അങ്ങനെയാണ് ടൈ വരുമ്പോൾ ചെയ്യേണ്ടത് കേട്ടോ. ടൈ വന്നാൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, മിനിമത്തിലെ മാക്സിമം അലോക്കേഷൻ ചെയ്ത് പോവുക. അപ്പൊ അത് കഴിഞ്ഞു. അപ്പൊ അത് കഴിഞ്ഞപ്പോ എന്ത് സംഭവിച്ചു? ഇപ്പോ ആ S3യുടെ സപ്ലൈ എക്സോസ്റ്റ് ആയി. എന്ന് വെച്ചാൽ S3യിൽ നിന്ന് സപ്ലൈ ചെയ്യുക. ഒരു മിനിറ്റ് അവിടെ തെറ്റിയില്ലേ? 20 അല്ലേ പറ്റുള്ളൂ. രണ്ട് സെയിം ആണ്. 20യുടെയും 25ൻ്റെയും മിനിമം 20 അല്ലേടാ? അല്ലേ? 20യുടെയും 25ൻ്റെ മിനിമം 20 അല്ലേ? 30യുടെയും 20യുടെയും 20 ആണ്. ഓക്കെ, ഞാൻ ഇവിടെ നോക്കുമ്പോഴാണ്. അപ്പൊ രണ്ടും സെയിം ആണ്. അപ്പൊ ഏതെടുത്താലും കുഴപ്പമില്ല. 20 ആണ് വരുന്നത്. 20 അല്ല ലൊക്കേഷൻ വരുള്ളൂ. മിനിമം ആണ് കേട്ടോ, മാക്സിമം അല്ലേ, മിനിമം ആണ്. ഓക്കെ, 25ലെ മിനിമം എന്ന് പറഞ്ഞാൽ 20 അല്ലേ? യെസ്, കറക്റ്റ്. അപ്പം S3 എല്ലാം ക്യാൻസൽ ആയത്. D3 ആണ് ക്യാൻസൽ ആയത്. ഇത് ഇവിടെ ഇനി 5 യൂണിറ്റും കൂടെ വരാണ്ട്. അടുത്ത മിനിമം കോസ്റ്റ് ഏതാ? അടുത്ത മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത 2 തന്നെ അല്ലേ? അപ്പൊ അവിടെ നമുക്ക് മിനിമം അലോക്കേഷൻ എത്ര പറ്റുക? 20. അതിവിടെ കൊടുത്തു. അപ്പൊ S1 ക്യാൻസലായി. S1ന്റെ ഡിമാൻഡ് സപ്ലൈ എക്സോസ്റ്റ് ആയി. ദെൻ D1ന്റെ ഡിമാൻഡ് 30 ആയിരുന്നു പറഞ്ഞിരുന്നത്. 20 കിട്ടിയിട്ടുള്ളൂ. 10 ബാലൻസ് വരും. അടുത്ത മിനിമം കോസ്റ്റ് ഏതാ? അടുത്ത മിനിമം കോസ്റ്റ് 3. അപ്പൊ അവിടെ നമുക്ക് സപ്ലൈ വരുന്നത് 5 ഉണ്ട് ഇവിടെ, 10 ഉണ്ട് ഇവിടെ. അപ്പൊ അതിൽ മിനിമം വരുന്നത് 5. അതിവിടെ അലോക്കേഷൻ ചെയ്തു. ഓക്കെ, അപ്പോ S2 എക്സോസ്റ്റ് ആയി. X2 നിന്ന് വേണ്ട. ഇനി അടുത്തത് ഏതാണ്? ഇവിടെ 10 ഉള്ളത് എന്തായി? 5 ആയി. ഇപ്പോൾ ഒരു 5 ഇപ്പൊ കയറി പോയില്ലേ? അടുത്തത് S3. അടുത്ത ലാസ്റ്റ് മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞ 5 ആണ്. അവിടെ നമുക്ക് ആ 5ഉം കൂടെ അലോക്കേഷൻ. എല്ലാ അലോക്കേഷനായി. എല്ലാതും അലോക്കേഷനായി. കണ്ടോ? യെസ്, എല്ലാ നമ്പറിലും അലോക്കേഷൻ വന്നു. ഇനി നമുക്ക് കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാം. കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യുന്ന എങ്ങനെ നോക്കൂ? നേരത്തെ എന്താ കോസ്റ്റ് കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്? ഈ അലോക്കേറ്റഡ് സെൽസ് മാത്രം ഉള്ളത് കൺസിഡർ ചെയ്യുക. അലോക്കേഷൻ ഉള്ളത് മാത്രം കൺസിഡർ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കോസ്റ്റ് മാത്രം കണ്ടുപിടിക്കുക. നോക്കിക്കോ, ഇങ്ങനെ വരുന്നു. ടോട്ടൽ കോസ്റ്റ് ആണ്. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 2 × 20 പ്ലസ് 5 × 3 പ്ലസ് 5 × 5 പിന്നെ 1 × 25 പിന്നെ 2 × 25. ഓക്കെ, ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടൽ കോസ്റ്റ് കിട്ടും. അപ്പോൾ അത് ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ ആണെന്നും കൂടെ ചെക്ക് ചെയ്യണം. ഓക്കെ, അതെങ്ങനെ ചെക്ക് ചെയ്യുക? എത്ര റോ ഉണ്ട്? എത്ര അലോക്കേഷൻ ഉണ്ട്? നമ്പർ ഓഫ് അലോക്കേഷൻസ് എത്ര ഉണ്ട്? 1 2 3 4 5 എണ്ണം അല്ലേ? എത്ര റോ ഉണ്ട്? 3 എണ്ണം. എത്ര കോളം ഉണ്ട്? 3 എണ്ണം. 3 + 3 - 1 which is 7 അല്ലേ? അപ്പോൾ
നമ്പർ ഓഫ് അലോക്കേഷൻസ് ഈക്വൽ ടു എം പ്ലസ് എൻ മൈനസ് 1. അപ്പോൾ ഇതെന്താണ്? ഇനീഷ്യൽ ബേസിക് ഫീസിബിൾ സൊല്യൂഷൻ. ഓക്കെ, നോൺ ഡിജനറേറ്റ് എന്നൊക്കെ പറയും. അവിടെ കേട്ടെ. അപ്പോൾ കോസ്റ്റ് എത്ര കിട്ടണം നമുക്ക്? ഫൈനൽ കോസ്റ്റ് ഫൈനൽ കോസ്റ്റ് എത്രടാ? 115. 115. ഇതൊക്കെ എല്ലാം കൂടെ ഗുണിക്കുമ്പോൾ 40, 15, 25, 25, 50. അപ്പോൾ 90, 155 വരുന്നില്ലേ? 155. ആ, എന്നിട്ട് 115 തന്നെ, 155. ശരിയല്ലേ? അത്രയേ ഉള്ളൂ ടെക്നിക്ക്. അപ്പോൾ ലീസ്റ്റ് കോസ്റ്റ് ക്ലിയർ ആയോ? റെഡിയായോ? ലീസ്റ്റ് കോസ്റ്റ് ഇനി പറയണോ? വേണ്ട. അപ്പോൾ ഇനി മൂന്നാമത്തെ മെത്തേഡാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അപ്പം ലീസ്റ്റ് കോസ്റ്റിൽ ടൈ വരും. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് പോവാ കേട്ടോ, ടൈ വരുന്ന കേസിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. ഇനി നമ്മൾ ലാസ്റ്റാണ് വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. 3 മെത്തേഡല്ലേ പഠിക്കാനുള്ളൂ. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ് അല്ലെങ്കിൽ വാം എന്ന് പറയും. ഓക്കെ, വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് ഈ അലോക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ബേസ്ഡ് ഓൺ പെനാൽറ്റി ആണ്. ഓക്കെ, പെനാൽറ്റി ബേസിസിലാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പെനാൽറ്റി എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക, എങ്ങനെയാണ് അലോക്കേഷൻ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മളൊരു പ്രോബ്ലം എടുത്തിട്ട് പറയാം. ഓക്കെ, ഒരു പ്രോബ്ലത്തിനകത്ത് പറഞ്ഞാലേ അതൊക്കെ ശരിയാവും. അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5. നേരത്തെ ചെയ്ത പോലെ തന്നെ 3 ഡെസ്റ്റിനേഷൻ D1, D2, D3 ആൻഡ് ടോട്ടൽ സപ്ലൈ. ഇവിടെ 3 സോഴ്സ് S1, S2, S3, ഡിമാൻഡ്. ഓക്കെ, വാല്യൂസ് വരുന്നത് 3, 1, 7, ടോട്ടൽ സപ്ലൈ 10. പിന്നെ 2, 6, 4, ടോട്ടൽ സപ്ലൈ 25. പിന്നെ 5, 2, 8, ടോട്ടൽ സപ്ലൈ 20. ഇനി S4ൻ്റെ ഒരു മിനിറ്റ്, ഒരു ഡെസ്റ്റിനേഷൻ കൂടെ ഉണ്ട് കേട്ടോ. S4 4 ഉണ്ട്. S4 9, 4, 3, 30. ഡിമാൻഡ് 20, 30, 35. ഓക്കെ, അപ്പോഴേ ആദ്യം ചെയ്യേണ്ടത് ഇത് ബാലൻസ്ഡ് ആണോ നോക്കാം. ബാലൻസ്ഡ് ആണോ എന്ന് നോക്കി പറഞ്ഞേ. ബാലൻസ്ഡ് ആണോ എന്ന് നോക്കി പറയൂ. എങ്ങനെയാണ് ബാലൻസ്ഡ് ആണോ നോക്കുക? ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ടോട്ടൽ സപ്ലൈ ഈക്വൽ ടു ടോട്ടൽ ഡിമാൻഡ്. ടോട്ടൽ സപ്ലൈ എത്ര വരുന്നത്? 10 പ്ലസ് 25 പ്ലസ് 20 പ്ലസ് എന്താണ് ഡിമാൻഡ് വരുന്നത് 20 പ്ലസ് 30 പ്ലസ്
35. സപ്ലൈ എത്ര കിട്ടിയേ? 85. 85. ഡിമാൻഡ് വരുന്നതും 85. ബാലൻസ്ഡ് ആണ് അല്ലേ? ഓക്കെ, അത് ചെക്ക് ചെയ്യണം കേട്ടോ, എപ്പോഴും ചെക്ക് ചെയ്ത് പോകണം, മറക്കല്ലേ. അല്ലെങ്കിൽ അൺബാലൻസ്ഡ് ആകുമ്പോൾ നമുക്ക് കുറച്ച് അധികം വേറെ ടെക്നിക്സും കൂടെ അപ്ലൈ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ബാലൻസ്ഡ് ആണ്, അതവിടെ കഴിഞ്ഞു. ബാലൻസ്ഡ് ആണെന്ന് നോക്കി, അപ്പോൾ നമ്മളത് ചെയ്ത് കഴിഞ്ഞു. അവിടെ ഓക്കെ. അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പെനാൽറ്റീസ് കണ്ടുപിടിക്കുകയാണ്. ആദ്യം ഞാൻ റോ പെനാൽറ്റീസാണ് കണ്ടുപിടിക്കണം കേട്ടോ. റോ പെനാൽറ്റീസ് നോക്കിക്കോളൂ, എങ്ങനെ റോ പെനാൽറ്റി കണ്ടുപിടിക്കുക, എങ്ങനെ കോളം പെനാൽറ്റി കണ്ടുപിടിക്കുക. റോ പെനാൽറ്റി ഇങ്ങനെ വരുമ്പോഴാണ് റോ വരുന്നത് കേട്ടോ. റോ പെനാൽറ്റി ഇവിടെയാണ് നമുക്ക് കോളം പെനാൽറ്റീസ് എഴുതാൻ. കോളം പെനാൽറ്റി. ഓക്കെ, അപ്പോൾ റോ പെനാൽറ്റി എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഒന്നാമത്തെ റോ നോക്കുക. ഒന്നാമത്തെ റോ പെനാൽറ്റി 1 ആണ്, ആദ്യത്തെ പെനാൽറ്റി നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ റോയിലെ മിനിമം നമ്പർ ഏതാ? മിനിമം നമ്പർ 1 അല്ലേ? നെക്സ്റ്റ് മിനിമം നമ്പർ ഏതാ? 1 കഴിഞ്ഞാൽ 3. അപ്പം അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഡിഫറൻസ് ആണ് പെനാൽറ്റി. ഒന്നാമത്തെ റോയുടെ റോ പെനാൽറ്റി എന്ന് പറയുമ്പോൾ 3 - 1 2 പെനാൽറ്റി മാത്രം മതി നമുക്ക്. രണ്ടാമത്തെ റോയിലെ മിനിമം നമ്പർ ഏതാ? 2. നെക്സ്റ്റ് മിനിമം നമ്പർ ഏതാ? 4. അപ്പോൾ പെനാൽറ്റി വരുന്നത് 4 - 2 2. മൂന്നാമത്തെ റോയിലെ മിനിമം നമ്പർ ഏതാ? 2. നെക്സ്റ്റ് മിനിമം നമ്പർ ഏതാ? 5. സോ പെനാൽറ്റി 3. നാലാമത്തെ റോയിലെ മിനിമം നമ്പർ 3. നെക്സ്റ്റ് മിനിമം നമ്പർ 4. 4 - 3 1. അതോടുകൂടി റോ പെനാൽറ്റീസ് കണ്ടു കഴിഞ്ഞു. അടുത്ത കോളം പെനാൽറ്റി. ഒന്നാമത്തെ കോളത്തിലെ മിനിമം നമ്പർ ഏതാ? മിനിമം നമ്പർ 2. സെക്കൻഡ് മിനിമം നമ്പർ ഏതാ? 3. സോ ദ പെനാൽറ്റി ഈസ് 1. സെക്കൻഡ് കോളത്തിലെ മിനിമം നമ്പർ 2, നെക്സ്റ്റ് മിനിമം നമ്പർ 1, നെക്സ്റ്റ് മിനിമം നമ്പർ 2. സോ പെനാൽറ്റി 1. ഇനി മൂന്നാമത്തെ കോളത്തിലെ മിനിമം നമ്പർ ഏതാ? 3 ആണ്. നെക്സ്റ്റ് മിനിമം നമ്പർ ഏതാ? 4 ആണ്. സോ പെനാൽറ്റി എത്രയാണ്? 1. ഒന്നാമത്തെ പെനാൽറ്റി കിട്ടിയത് ക്ലിയർ ആയോ? ഇനി ഈ പെനാൽറ്റിയിൽ മാക്സിമം പെനാൽറ്റി എവിടെയാ? റോ പെനാൽറ്റിയും കോളം പെനാൽറ്റിയും കൺസിഡർ ചെയ്യുക. ഫൈൻഡ് ദ മാക്സിമം പെനാൽറ്റി എമംഗ് ദ റോ പെനാൽറ്റി ആൻഡ് കോളം പെനാൽറ്റി. റോ പെനാൽറ്റിയിലും കോളം പെനാൽറ്റിയിലും വരുന്ന മാക്സിമം പെനാൽറ്റി ഏതാ നോക്കുക. ഏതാ മാക്സിമം പെനാൽറ്റി? 3 അല്ലേ? ഇതല്ലേ 3 അല്ലേ? പെനാൽറ്റികളിൽ ഏറ്റവും വലുത്. റോയും കോളം ഒക്കെ കൺസിഡർ ചെയ്താൽ പെനാൽറ്റിയിൽ ഏറ്റവും വലുത് അതേതാ? 3 ആണ്. അപ്പോൾ ആ 3 എന്ന് പറഞ്ഞത് S3 ആണ്. അപ്പോൾ ആ കോളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, S3യിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അലോക്കേഷൻ ചെയ്യേണ്ടത്. ഈ S3 എന്ന് പറഞ്ഞ റോയില് S3 എന്ന് പറഞ്ഞ റോയില് മിനിമം കോസ്റ്റ് ഏതാ? മിനിമം കോസ്റ്റ് 2. അവിടെയാണ് നമ്മൾ അലോക്കേഷൻ നടത്തുന്നത്. ഓക്കെ, സോ മാക്സിമം പെനാൽറ്റി 3 അറ്റ് S3 ആണല്ലോ. ആണെങ്കിൽ ഇവിടെ എഴുതി വയ്ക്കാം. മാക്സിമം പെനാൽറ്റി ഈക്വൽ ടു 3 അറ്റ് S3. S3യിലാണ് എന്തൊരു മാക്സിമം പെനാൽറ്റി ഉള്ളത്. സോ ലീസ്റ്റ് കോസ്റ്റ് ഇൻ S3. S3യിലെ ഏറ്റവും ചെറിയ കോസ്റ്റ്, ലീസ്റ്റ് കോസ്റ്റ് ഇൻ S3 അതെത്രയാ? S3D2ല് അതായത് 2. അവിടെയാണ് അലോക്കേഷൻ നടത്തേണ്ടത്. അവിടെ നമ്മൾ അലോക്കേഷനൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. ദ മിനിമം ഓഫ് 20 and 30. 30ൻ്റെയും 20ൻ്റെയും മിനിമം ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ അലോക്കേഷൻ ചെയ്യേണ്ടത്. അലോക്കേഷൻ ഈക്വൽ ടു മിനിമം ഓഫ്
20, 30. 30യുടെയും 20യുടെയും മിനിമം എന്ന് പറഞ്ഞത് എത്രയാ? മിനിമം എന്ന് പറയുന്നത് 20 ആണ്. അപ്പൊ ആ 20 ആണ് നമ്മൾ ഇവിടെ അലോക്കേഷൻ നടത്തേണ്ടത്. ഓക്കെ, ശരി. അപ്പൊ എന്ത് സംഭവിച്ചു? D2ന്റെ ഡിമാൻഡ് 20 കിട്ടി, ഇനി ഒരു 10 കൂടെ കിട്ടാണ്. S3യുടെ ഡിമാൻഡ് എക്സോസ്റ്റ് ആയി. ആകെ 20 യൂണിറ്റ് സപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, അതും കഴിഞ്ഞു. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ S3നെ സ്ട്രൈക്ക് ഔട്ട് ചെയ്തു. തീർന്നില്ല. അടുത്ത പെനാൽറ്റി വീണ്ടും കണ്ടുപിടിക്കണം. റോ പെനാൽറ്റി, കോളം പെനാൽറ്റി. ഓക്കെ, അടുത്ത റോ പെനാൽറ്റി, കോളം പെനാൽറ്റി നമ്മൾ വീണ്ടും കണ്ടെത്തണം. ആ ലൊക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ പോകണം. അടുത്ത റോ പെനാൽറ്റി, അടുത്ത കോളം പെനാൽറ്റി. വീണ്ടും ആദ്യത്തെ റോ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ മിനിമം നമ്പർ 1, നെക്സ്റ്റ് മിനിമം നമ്പർ 3. അപ്പോൾ പെനാൽറ്റി 2. രണ്ടാമത്തേൽ മിനിമം നമ്പർ 2, നെക്സ്റ്റ് മിനിമം നമ്പർ 4. ദ പെനാൽറ്റി ഈസ് 2. ഇവിടെ മൂന്നാമത്തതിന് നമ്മൾ പെനാൽറ്റി കണ്ടെത്തേണ്ട കാര്യമില്ല, കാരണം അത് എക്സോസ്റ്റ് അതാണ്. പിന്നെ നാലാമത്തെ റോയിലെ പെനാൽറ്റി 1, 4 - 3 അല്ലേ വരാ. ഇവിടെ സെക്കൻഡ് ആദ്യത്തേൽ എത്ര വരാ? 3 - 2, 3 - 2, 1 തന്നെ. അടുത്തത് 1 മൈനസ് അല്ല 4 - 6, സോറി 4 - 1 കേട്ടോ. 4 - 1, 3. അടുത്തത് 4 - 3, 1. ഇവിടെ മാക്സിമം പെനാൽറ്റി എത്രയാ? 3 അല്ലേ. ഇവിടുത്തെ മാക്സിമം പെനാൽറ്റി 3 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബിലോങ്സ് ടു D2. കാണുന്നുണ്ടോ? D2 അല്ലേ. D2 രണ്ടാമത്തെ കോളത്തിനാണ് എന്ത് വരുന്നത്? മാക്സിമം പെനാൽറ്റി വന്നിരിക്കുന്നത്. സോ മാക്സിമം പെനാൽറ്റി ഈസ് 3 അറ്റ് D2 ആണല്ലോ. അപ്പൊ അതിലെ മിനിമം കോസ്റ്റ് ഏതാ? മിനിമം കോസ്റ്റ് ഈക്വൽ ടു എത്ര? മിനിമം കോസ്റ്റ് D2ലെ 1 അല്ലേ. അതായത് S1 D2ലാണ് മിനിമം കോസ്റ്റ്. S1 D2ലാണ് മിനിമം കോസ്റ്റ്. അപ്പൊ നമ്മൾ അവിടെ ചെയ്യേണ്ടത് മിനിമം ഓഫ് 10, 10. ഓക്കെ, 10, 10. 10, 10 എന്ന് പറഞ്ഞാൽ 10 തന്നെ. അപ്പൊ ആ 10 ആണ് നമ്മളിവിടെ അലോക്കേഷൻ ചെയ്യേണ്ടത്. അത് അലോക്കേഷൻ ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചേ? S1 എക്സോസ്റ്റ് ആയി. ആകെ 10 യൂണിറ്റ് അല്ലേ സപ്ലൈ ഉണ്ടാകുന്നുള്ളൂ, അത് പോയി. അതുപോലെ തന്നെ D2 എക്സോസ്റ്റ് ആയി. കാരണം എന്താ? D2ന് ആകെ റിക്വയർമെന്റ് 10 ആയിരുന്നു, അപ്പൊ അത് കിട്ടി. അപ്പോ S1ഉം എക്സോസ്റ്റ് ആയി, പിന്നെ D2ഉം എക്സോസ്റ്റ് ആയി. വീണ്ടും പെനാൽറ്റി. അടുത്ത പെനാൽറ്റി കണ്ടുപിടിക്കും. മൂന്നാമത്തെ പെനാൽറ്റി കേട്ടോ. അങ്ങനെ കണ്ടിന്യൂസ്ലി അങ്ങനെ എഴുതി പോയാൽ മതി. E3 പിന്നെ ഒന്നിച്ച് കണ്ടുപിടിച്ചിട്ട് ചെയ്യാന്നൊക്കെ മാത്രം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ റോയ്ക്ക് പെനാൽറ്റി ഇല്ല, അത് പോയി. രണ്ടാമത്തെ റോയുടെ പെനാൽറ്റി 2. മൂന്നാമത്തെ റോയ്ക്ക് പെനാൽറ്റി ഇല്ല. നാലാമത്തെ റോയുടെ പെനാൽറ്റി ഇപ്പോ വരുന്നത് 6 ആണ്. ഓക്കെ, ശരി. ഇനി ഒന്നാമത്തെ കോളത്തിന്റെ പെനാൽറ്റി ഇപ്പോൾ വരുന്നത് 7 ആണ്. 9 - 2 ആണ് വരിക. രണ്ടാമത്തെ കോളത്തിന് പെനാൽറ്റി ഇല്ല. മൂന്നാമത്തെ കോളത്തിന്റെ പെനാൽറ്റി ഇപ്പോഴും 1 ആണ്. അപ്പോൾ ഈ പെനാൽറ്റികളിൽ മാക്സിമം പെനാൽറ്റി എത്രയാ? 7 ആണ്. ആൻഡ് ഇറ്റ് ഈസ് ബിലോങ്സ് ടു D1. ഇപ്പോഴത്തെ മാക്സിമം പെനാൽറ്റി എന്ന് പറയുന്നത് 7 ആണ്. അറ്റ് D1 നോക്കുക. സോ മിനിമം കോസ്റ്റ് ഓഫ് D1ലെ മിനിമം കോസ്റ്റ് എന്ന് പറഞ്ഞത് ഏതാ? S2 D1 ആണ്. S2 D1 ആണ് അല്ലേ. S2 D1ലാണ്. S2 D1ലാണ്. രണ്ടല്ലേ മിനിമം കോസ്റ്റ്. മിനിമം കോസ്റ്റ് ഈസ് ഈക്വൽ ടു 2 അറ്റ് S2 D1. അപ്പൊ അവിടെ എന്ത് ചെയ്യണം? മിനിമം ഓഫ് ആരെ നോക്കണ്ടേ? മിനിമം ഓഫ് 25ഉം മിനിമം ഓഫ് 20.
ആരാ മിനിമം വെച്ചാൽ അയാൾ. 20 അല്ലേ മിനിമം, അത് ഇവിടെ അലോക്കേഷൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് D1ന്റെ ഡിമാൻഡ് എക്സോസ്റ്റായി. S2ൽ 25 ആയിരുന്നു റിക്വയർമെൻറ്റ്, അതിൽ 20 കിട്ടിയിട്ടുണ്ട്, 20 സപ്ലൈ ആയിട്ടുണ്ട്. ഇനി ബാലൻസ് ഒരു 5 യൂണിറ്റും കൂടെ ഉണ്ട്. വീണ്ടും പെനാൽറ്റി, അടുത്ത പെനാൽറ്റി. ഓരോ പെനാൽറ്റി കഴിയുന്തോറും ഓരോ റോ അല്ലെങ്കിൽ കോളം ക്യാൻസൽ ആയി പോയി. അടുത്ത പെനാൽറ്റി. ആദ്യത്തെ റോയ്ക്ക് പെനാൽറ്റി ഇല്ല, രണ്ടാമത്തെ റോയുടെ പെനാൽറ്റി 4, മൂന്നാമത്തെ റോയ്ക്ക് പെനാൽറ്റി ഇല്ല, നാലാമത്തെ റോയുടെ പെനാൽറ്റി 3. ഓക്കെ, ഒന്നാമത്തെ കോളത്തിന് പെനാൽറ്റി ഇല്ല, രണ്ടാമത്തെ കോളത്തിന് പെനാൽറ്റി ഇല്ല, മൂന്നാമത്തെ കോളത്തിന്റെ പെനാൽറ്റി 4. ഇപ്പോൾ ഇവിടെ മാക്സിമം പെനാൽറ്റി നോക്കുമ്പോൾ 4 വരുന്നുണ്ടല്ലേ, രണ്ടും കോമൺ ആണ് അല്ലേ, രണ്ടും സെയിം ആണ്. 4 അല്ലല്ലോ 1 അല്ലേ? എവിടെ? സോറി, 1 യെസ്, ഞാൻ ആ 3നെ കണ്ടില്ല, 1 കറക്റ്റ്. ഓക്കെ, അപ്പൊ മാക്സിമം പെനാൽറ്റി ഏതാ? 4 അല്ലേ? മാക്സിമം പെനാൽറ്റി 4 അല്ലേ? അല്ലേ, ശരിയല്ലേ? ഓക്കെ, അതെവിടെയാ? D3യിലാണ്. D3 അല്ല, S2ലാണ്. S2ല്. അപ്പൊ അവിടുത്തെ മിനിമം കോസ്റ്റ് എത്ര? മിനിമം കോസ്റ്റ് 4. 4 ബാക്കി S2 D3യില്. S2 D3യില്. സോ മിനിമം ഓഫ് 35ഉം 5ഉം. മിനിമം ഓഫ് 35ഉം 5ഉം. 35ഉം 5ഉം. ആരാണോ മിനിമം അയാളെ കൊടുക്കണം. 5 അല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ, ആ 5 നമ്മൾ കൊടുക്കും. അപ്പൊ S2 എക്സോസ്റ്റ് ആയി, 20 + 5 25 ആയി. S2 എക്സോസ്റ്റ് ആയി. ഓക്കെ, ഇനി പെനാൽറ്റി കണ്ടുപിടിക്കണം നിർബന്ധമൊന്നുമില്ല, ഞാൻ ആകെ ഒരു സെല്ല് മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. 35ൽ 5 അവിടെ അലോക്കേഷൻ ആയി, ബാക്കി 30 ആയി. ഇനി ഒരേ ഒരു സെല്ലേ ഉണ്ടാവുള്ളൂ. പെനാൽറ്റി കണ്ടുപിടിക്കുമ്പോൾ രണ്ടെണ്ണത്തിനും 3 3 എന്നാ വരിക കേട്ടോ. അവിടെ ഞാൻ കണ്ടുപിടിക്കുന്നില്ല, ആ 30 ഇവിടെ അലോക്കേഷൻ അങ്ങോട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ കംപ്ലീറ്റ് അലോക്കേഷൻ ആയി അല്ലേ? കംപ്ലീറ്റ് അലോക്കേഷൻ ആയില്ലേ ഇപ്പോ? യെസ്. ഇനി നമ്മൾ കോസ്റ്റ് കണ്ടുപിടിക്കുക. കോസ്റ്റ് എത്ര വരുന്നു? കോസ്റ്റ് 2 × 20 ടോട്ടൽ കോസ്റ്റ് കേട്ടോ. ടോട്ടൽ കോസ്റ്റ് ഈക്വൽ ടു 2 × 20 പ്ലസ് 1 × 10 പ്ലസ് 2 × 20 പ്ലസ് 4 × 5 പ്ലസ് 3 × 30. ടോട്ടൽ എത്ര വരുന്നു? ടോട്ടൽ കിട്ടിയോ? ടു ഇൻറ്റു 20 എന്ന് പറയുമ്പോൾ 40. 200. ഓക്കെ, 10 + 40 + 20 + 90 വിച്ച് ഈസ് ഈക്വൽ ടു 200 അല്ലേ? 200. അതാണ് ഏത് ഇനീഷ്യൽ. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, അവിടെ ഇത് ഫീസിബിൾ ആയോ നോക്കൂ, ഫീസിബിൾ ആയോ നോക്കൂ. നമ്പർ ഓഫ് നമ്മൾ ചെക്ക് ചെയ്തില്ല. നമ്പർ ഓഫ് അലോക്കേഷൻസ് എത്രയുണ്ട്? നമ്പർ ഓഫ് അലോക്കേഷൻസ് ഈക്വൽ ടു എത്ര അലോക്കേഷൻ ഉണ്ട്? 1 2 3 4 5 അലോക്കേഷനേ ഉള്ളൂ. എത്ര റോ ഉണ്ട്? 4 റോ ഉണ്ട്. എത്ര കോളം ഉണ്ട്? 3 കോളം ഉണ്ട്. അപ്പോൾ 4 + 3 7 - 1 6.
ഈക്വൽ ടു അല്ലല്ലോ, ഈക്വൽ ടു അല്ല. അപ്പോൾ ഇത് ഇനീഷ്യൽ ഫീസിബിൾ സൊല്യൂഷൻ ആയിട്ടില്ല കേട്ടോ, അത് ഡീജനറേറ്റ് അല്ല. ഓക്കെ, ഡീജനറേറ്റ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്പർ ഓഫ് അലോക്കേഷൻസ് ഈക്വൽ ആക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു സെല്ലിനകത്ത് ഒരു ആർട്ടിഫിഷ്യൽ അലോക്കേഷൻ കൊടുക്കുക വിത്ത് സീറോ യൂണിറ്റ്. ഓക്കെ, അപ്പം ഞാനിതാ ഇവിടെ ഞാൻ എന്ത് ചെയ്തു, ഒരു സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇതെന്താണ്, ആർട്ടിഫിഷ്യൽ അലോക്കേഷനാണ്. ഓക്കെ, വിത്ത് സീറോ കോസ്റ്റ്. അപ്പം എത്രയാണ് വരുന്നത്, അവിടെ ഒരു ആർട്ടിഫിഷ്യൽ സീറോ അലോക്കേഷൻ കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇപ്പൊ നോക്കൂ, അലോക്കേഷൻസ് എത്രയായി, 6 ആയി. ഇപ്പൊ എന്തായി, നോൺ ഡീജനറേറ്റ് ആയി അല്ലേ, അതാണ് പരിപാടി. ഓക്കെ, അതായിട്ടില്ലെങ്കിൽ കോസ്റ്റ് ഒന്നും വ്യത്യാസമല്ല, ഇത് തന്നെ വരിക, കോസ്റ്റ് ഒക്കെ സെയിം തന്നെയാണ് വരിക. പക്ഷെ ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഡീജനറേറ്റ് ആയി നിൽക്കണം. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഈ സീറോ അലോക്കേഷൻസും കൂടെ നടത്തിയത്. ഇപ്പൊ എങ്ങനെ വോഗൽസ് അപ്രോക്സിമേഷൻ നടന്നതെന്ന് മനസ്സിലായോ? വോഗൽസ് അപ്രോക്സിമേഷൻ മനസ്സിലായി. കിട്ടിയില്ലേ? ഈ 3 എണ്ണത്തിലത്തെ ഏതെങ്കിലും ഒരു മെത്തേഡ് എന്തായാലും പഠിക്കേണ്ടി വരും. എന്നിട്ടേ അടുത്ത പ്രൊസീജിയറിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ ഏറ്റവും നല്ല മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് പറഞ്ഞ വോഗൽസ് അപ്രോക്സിമേഷൻ മെത്തേഡാണ്. അതാണ് ഒപ്റ്റിമൽ സൊല്യൂഷനൊക്കെ ആയിട്ട് കുറച്ചുകൂടി ക്ലോസ്ഡ് ആയിട്ട് നിൽക്കുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്. കേട്ടോ, ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ഈ മെത്തേഡുകൾ ഒന്നും കൂടെ പഠിക്കുക. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് MODI മെത്തേഡും കൂടെ പഠിക്കണം. അതിന് കുറച്ചധികം സമയം എടുക്കും കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇപ്പം നിർത്തണത്. ഇപ്പം തുടങ്ങിക്കഴിഞ്ഞ് ഇപ്പോൾ ചിലപ്പോൾ 1 മണിക്കൂർ 1.5 മണിക്കൂർ അതിന് പോകും, അതാ പ്രശ്നം. ഓക്കെ, അപ്പം നമുക്ക് ഫ്രഷ് ആയിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 3 മെത്തേഡ് നന്നായിട്ട് പഠിക്കുക. ഈ 3 മെത്തേഡ് എന്തായാലും നമ്മൾ ചെയ്യണം. പ്ലസ് MODI മെത്തേഡ് അല്ലെങ്കിൽ UV മെത്തേഡും കൂടെ നമ്മൾ പഠിക്കണം. അതും കൂടെ പാക്ക് ആവുമ്പോഴാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് പോവുക കേട്ടോ. ഓക്കെ അല്ലേ? യെസ്, അപ്പോൾ ഒന്ന് വർക്ക് ചെയ്ത് നോക്കുക. ഇതന്നെ കൺഫ്യൂഷൻ ഇല്ലാതെ ചെയ്യുക. പിന്നെ ലാസ്റ്റ് നമുക്ക് ചെറിയ നോട്ടായിട്ട് അൺബാലൻസ്ഡ് ട്രാൻസ്പോർട്ടേഷൻ പ്രോബ്ലം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ പറയാം. ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതി, അപ്പോൾ അത് അൺബാലൻസ്ഡിൽ കൺവേർട്ട് ആയിക്കോളും. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഓക്കെ.